ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ കൺമുമ്പിലിട്ട് നിന്നെ സ്നേഹിച്ചവര്, നിന്നെ തൊട്ടവര് ഓരോരുത്തരായി പെടഞ്ഞ് മരിക്കും. നിത്യേ, ജീവൻ ജയാറായി മാറിയതിന് പിന്നില് ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ലോകം ജയിച്ചവനെന്ന് വാഴ്ത്തിപ്പാടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ തോറ്റുപോയത് നിന്റെ മുന്നിൽ മാത്രമാ. പക്ഷെ എനിക്ക് പറ്റില്ല. ആ തോൽവി ഇനി ഏറ്റുവാങ്ങാൻ ജയാറിന് പറ്റില്ല. ഇപ്പൊ നിനക്ക് തീരുമാനിക്കാം, അമ്മയും അച്ഛനും ഭാര്യ ഭർത്താക്കന്മാരായി ഇനി തുടരണോന്ന്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിച്ച ഈ നോട്ടീസ് കോടതിയിലേക്ക് പോവാതെ ഞാൻ നോക്കാം. എവിടെയുണ്ട്? അനുസരിക്കില്ല എന്നാണ് തീരുമാനമെങ്കിൽ സുജാതി രഘുവും എന്നേക്കുമായി പിരിയും. നീ തീരുമാനിച്ചോ? ഒന്ന് ആലോചിച്ച് നോക്കി. അച്ഛന്റെ വക്കീൽ നോട്ടീസ് അമ്മയുടെ കയ്യിൽ കിട്ടുന്ന ദിവസമുണ്ടല്ലോ, അമ്മ അതെ തളർന്നു വീഴും. കാരണം എന്താ? അത്രയ്ക്ക് അമ്മ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്. അത് വേണോ? പിന്നെ ആ വീഴ്ചയിൽ നിന്നും അമ്മ ഒരിക്കലും എഴുന്നേക്കില്ല കേട്ടോ. നീ ജീവനെ പോലെ സ്നേഹിച്ച നിന്റെ അമ്മയ്ക്ക് നീ പകരം കൊടുക്കുന്ന കൂലിയാണത്. ഞാൻ എന്താ ചെയ്യണ്ടേ? സിമ്പിൾ. ഹരിയുമായിട്ടുള്ള എല്ലാ ബന്ധവും വേണ്ടെന്ന് വെക്കുക. ഹരിയോടൊപ്പം ജീവിക്കില്ല എന്ന് തീരുമാനിക്കുക. ഒളിവിലും മറവിലും നിന്ന് അവനെ കാണത്തില്ലെന്ന് എനിക്ക് ഉറപ്പു തരിക. അത്രേ വേണ്ടു. എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് ഹരിയെ മറന്ന് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാന്? ബാക്കി കാര്യങ്ങൾ ഇനി കോടതിയിൽ. ഓക്കെ? വേണ്ട, നിക്ക്. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കും. ഞാൻ കാരണം എന്റെ അമ്മ ഇല്ലാതാവാൻ പാടില്ല. ഇതാണ് പരസ്പരം തോൽപ്പിക്കുന്ന ഈ സ്നേഹത്തിന്റെ പ്രവാഹം ഉണ്ടല്ലോ. അതുകൊണ്ട് എന്നെപ്പോലുള്ളവർ എപ്പോഴും ജയിച്ചു നിൽക്കുന്നത്. അപ്പൊ നീ ഇനി ഹരിയെ കാണുന്നില്ല, ഹരിയോടൊപ്പം ജീവിക്കുന്നില്ല. ഉറപ്പിക്കാവോ? നിത്യേ, എപ്പോഴാണോ നീ വാക്ക് തെറ്റിക്കുന്നത് പിന്നെ ഒരു ചോദ്യം പറച്ചിലൊന്നും ഇല്ല കേട്ടോ. ഈ കടലാസ് അമ്മയുടെ കയ്യിലെത്തും. എന്നെ സംബന്ധിച്ച് കൂട്ടത്തിൽ ഒരാൾ മരിച്ചു പോവാന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. ചെറിയൊരു ചടങ്ങ് മാത്രം. അത് കഴിഞ്ഞാൽ ഞാനത് മറക്കും. എന്തിനാന്നറിയാവോ? വേട്ടയാടാൻ അടുത്ത ആളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി. നീ
നിന്റെ കൺമുമ്പിലിട്ട് നിന്നെ സ്നേഹിച്ചവര്, നിന്നെ തൊട്ടവര് ഓരോരുത്തരായി പെടഞ്ഞ് മരിക്കും. നിത്യേ, ജീവൻ ജയാറായി മാറിയതിന് പിന്നില് ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്നെ അനുസരിക്കുന്നവള് മാത്രമായിരിക്കണം നീ. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യില്ല. ഒരിക്കലും ചെയ്യില്ല. പക്ഷെ അമ്മയെ ദ്രോഹിക്കില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ഉറപ്പ്. നീ എന്നെ ധിക്കരിച്ചില്ലെങ്കിൽ അവര് തമ്മിൽ പിരിയില്ല. പിന്നെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ പോകുന്നത് ഒന്നിച്ച. എന്റെ കാറില്. ഞാൻ വരില്ല. നീ വരും. വന്നേ പറ്റൂ. നിന്നെയും കൊണ്ട് എനിക്ക് അവരുടെ മുന്നിൽ ചെന്ന് ഇറങ്ങണം. ആരുടെ? അവരുടെ. നീ ജീവൻ അനുസരിക്കാൻ തുടങ്ങിയെന്ന് അവർക്കും ബോധ്യപ്പെടണം. അമ്മയെ സംരക്ഷിക്കണ്ടേ നിത്യേ? പോം. ജ്യൂസ് വേണം? ബാബാ അനന്ത, ഹരി, ഒരു വിശേഷമുണ്ട്. എന്താ? നിലനിൽപ്പിന് വേണ്ടി ഒരു കളി കളിക്കാൻ JR തീരുമാനിച്ചിരിക്കുന്നു. അയാള് മീഡിയയൊക്കെ വിളിച്ചിട്ടുണ്ട് അയാളുടെ ഓഫീസിലേക്ക്. അല്ല, എന്താ ഉദ്ദേശം? സ്വാഭാവികമല്ലേ, ന്യൂസ് ഇപ്പൊ പോകുന്ന വേഗത കണ്ട് അയാൾ ഇപ്പൊ പരിഭ്രമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊരു വിശദീകരണമാവാമെന്ന് തോന്നിച്ചിട്ടുണ്ടാവും. പിന്നെ ഉപദേശത്തിന് സ്വാമിയും അയാളുടെ അച്ഛനൊക്കെ ഉണ്ടല്ലോ. അല്ല, ഇങ്ങനൊരു പത്രസമ്മേളനം കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കാനുണ്ടോ? സത്യത്തിൽ ഈ മീഡിയാസിനെ വിളിച്ചു കൂട്ടുന്നത് ഈ പറയുന്ന ഒന്നും വാസ്തവമല്ല, JRും കമ്പനിയും ജെന്യൂനാണെന്ന് പറയാൻ വേണ്ടിയായിരിക്കും.